യാത്ര ടുഡേ എന്നുള്ളൊരു ചാനലുള്ള ദിൽഷാദിനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെ പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ളവർക്ക് വേണ്ടിയുള്ള കുടിവെള്ളത്തിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള തനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ദിൽഷാദ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ടുണ്ടെങ്കിൽ ദിൽഷാദിനെ കാണാനില്ലെന്ന് പറഞ്ഞുള്ളൊരു വിവരമാണ് വെളി വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയാണ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് 2-3 ദിവസമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊന്നും എടുക്കുന്നില്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരാളുണ്ടെങ്കിൽ ഇത് കണക്ക് ദിൽഷാദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കൊൽക്കത്തയിലായിരുന്നു. അവിടെ വെച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ എം ക്വിറ്റ് എന്ന് പറഞ്ഞായിരുന്നു അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അതിന് ശേഷം ഉണ്ടെങ്കിൽ വേറെ വിളിച്ചിട്ട് കിട്ടുക ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ആസാമിലേക്ക് പോകുക എന്നുള്ളൊരു വിവരമാണ് ആ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എന്ത് പറ്റി എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല. ഈ പുതിയൊരു ഡീറ്റെയിൽ അല്ലാതെ വേറെ ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോഴും ഉണ്ടെങ്കിൽ ദിൽഷാദിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.